എവരിവൺ, എല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കൂന്തൽ നിറച്ചതാണ്. ഇതൊരു മലബാർ സ്പെഷ്യൽ റെസിപ്പിയാണ്. എങ്കിലും എൻ്റേതായ രീതിയിൽ കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ഞാനും ഇവിടെ ഈ കൂന്തൽ നിറച്ചതൊന്ന് തയ്യാറാക്കി നോക്കുവാണ്. അതിനായിട്ട് ഞാനിവിടെ 4 ചെറിയ കൂന്തലാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. കൂന്തൽ നിറച്ചത് തയ്യാറാക്കാനായിട്ട് ചെറിയ കൂന്തലാണ് നല്ലത്. റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് വാങ്ങിച്ചപ്പം അതിലുണ്ടായിരുന്ന ചെറിയ കൂന്തൽ എടുത്ത് ഞാനിവിടെ കൂന്തൽ നിറച്ചത് തയ്യാറാക്കുവാണ്. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യുന്നതിനായിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഇതുപോലെ കൂന്തലിലോട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിത് നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാക്കാം. ഒരു കടായി ചൂടാക്കി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് വഴറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് നമ്മൾ വഴറ്റിയെടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ആയി കിട്ടിയാൽ മതിയാവും. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഇതും ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരുപാട് പൊടികൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ മീറ്റ് മസാലയുമാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സിലോട്ട് കൂന്തൽ ചെറുതായിട്ട് മുറിച്ചതും തേങ്ങ ചിരണ്ടിയതും ഒക്കെ ഇട്ട് വഴറ്റി ഈ ഒരു ഫില്ലിങ്ങിനെ കൂടുതൽ ടേസ്റ്റി ആക്കാവുന്നതാണ്. അപ്പം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു മിക്സ് തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തലിലേക്ക് ഇതുപോലെ നിറച്ച് കൊടുക്കുവാണ്. ഇതുപോലെ ഒരു 1/4 ഭാഗത്തോളം മാത്രം നിറച്ചാൽ മതിയാകും. അതിനുശേഷം നമുക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതൊന്ന് കുത്തി കൊടുക്കണം. കാരണം നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിനുള്ളിലെ ഫില്ലിങ് പുറത്തോട്ട് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതൊന്ന് സെക്യൂറാക്കി കൊടുക്കുന്നത്. ഇനി അതെങ്ങനെയാണ് ടൂത്ത് പിക്ക് കുത്തുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ 1/4 ഭാഗം മാത്രം ഫില്ല് ചെയ്തിട്ടുള്ള കൂന്തലിലോട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒരു ടൂത്ത് പിക്ക് ഇതുപോലെ കുത്തിവെക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഉള്ളിലെ ഫില്ലിങ് ഒട്ടും തന്നെ വെളിയിലോട്ട് പോരത്തില്ല. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കുത്തിയെടുത്തിട്ടുള്ളത്. ഞാൻ തയ്യാറാക്കിയിട്ടുള്ള എല്ലാ കൂന്തലും ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് സെക്യൂർ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് സവോള വഴറ്റിയിട്ടുള്ള ആ ഒരു കടായിലോട്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കൂന്തൽ വെച്ച് കൊടുക്കുകയാണ്. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ചേറെ സമയമെടുത്ത് ഏകദേശം ഒരു 12 മുതൽ 15 വരെ മിനിറ്റ് എടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ എല്ലാ സൈഡും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇഡ്ഡലിപ്പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയും ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. കൂടുതലായിട്ടും ആളുകൾ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. എനിക്ക് അതിലും നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ അല്പം എണ്ണയിൽ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇത് റെഡിയാക്കാനായിട്ട് താല്പര്യമുള്ളത് ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ ഇത്രയും സിമ്പിളാണ് കൂന്തൽ നിറച്ചത് റെഡിയാക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ എൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഞാൻ ഈ ഒരു കൂന്തൽ നിറച്ചത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്നുണ്ടാക്കി നോക്കുക കേട്ടോ. സ്നാക്കായിട്ടോ ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷായിട്ടോ ഒക്കെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.